മോളെ ഒന്ന് കൂടെ ചെല്ല്, അല്ലെങ്കിൽ അവൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അച്ഛവാ പോ. നീ എന്റെ നന്ദനെ കൊണ്ട് കൊലക്ക് കൊടുക്കോടി. നന്ദനെ നീ എന്താ ചെയ്തേ? പറയടി. എന്റെ നന്ദൻ ഈ അവസ്ഥയിലാവാൻ കാരണം നീയാ. കൊല്ലുന്നില്ല ഞാൻ. എന്താ കാണിക്കുന്നേ? ഇതൊരു ഹോസ്പിറ്റലാ, ആരെങ്കിലും കാണും. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കിനി സംസാരിക്കാൻ ഒന്നുമില്ല. നീയും കൂടിയാ ഇതിനൊക്കെ വളം വെച്ചത്. ഇവള് ഛർദിച്ചപ്പോ നീ ഉണ്ടായിരുന്നില്ലേ? കൂടെ സച്ചി ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഞാൻ അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? ഇവള് ഒറ്റൊരുത്തിയാ എന്റെ നന്ദേട്ടനെ ഇങ്ങനെ ആക്കിയത്. എന്താ സംഭവിച്ചേ? എന്റെ നന്ദേട്ടനെ അച്ഛൻ വരുന്നുണ്ട്. മിണ്ടാ നിക്ക്. ഡോക്ടർ പൊയ്ക്കോ. ഡോക്ടർ വേഗം പോ. ഇനി ഇവിടെ നിന്ന് ആകെ കുഴപ്പമാവും. കാര്യങ്ങൾ അച്ഛൻ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. അതുകൊണ്ട് പോവാനല്ലേ പറഞ്ഞേ? അവന്തിയുടെ പെരുമാറ്റത്തിൽ അല്പം ഓവർ ഡ്രാമയുണ്ടോ? അതോ എനിക്ക് തോന്നിയതാണോ? നന്ദേട്ടനോട് ഇതുവരെ ഇല്ലാത്ത സ്നേഹം എന്തിനാ ഇവര് കാണിക്കുന്നത്? അതെ, നന്ദന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആണോ? അതെ. നിങ്ങൾ ഇവിടെ തന്നെ കാണണം. സർജറിക്കുള്ള കൺസെന്റ് സൈൻ ചെയ്യണം. സർജറിയോ? അയാളുടെ കിഡ്നിക്ക് നല്ല ഡാമേജ് ഉണ്ട്. അതുമാത്രമല്ല, ശരീരം മുഴുവൻ കുത്തേറ്റ മുറിവുകളാണ്. പെട്ടെന്ന് സർജറി ചെയ്യാതെ പറ്റില്ല. നന്ദേട്ടനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ ഇതുവരെ പോയില്ലേ? നന്ദനിങ്ങനെ കിടക്കുമ്പോ ഞാനിങ്ങനെ പോയേ പറ്റൂ. ഇപ്പൊ തന്നെ അവന്തിയടുത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കണ്ടില്ലേ?
കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ അച്ഛൻ അറിയും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നന്ദേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഡോക്ടർ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. അർച്ചന, എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി ഡോക്ടർ ഇവിടെ നിന്നാ അവധിയെടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കും അറിയാം, ഡോക്ടർക്കും അറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഡോക്ടർ ചെല്ല പ്ലീസ്. നന്ദന്റെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലേ? ആ അതെ ഡോക്ടർ. എല്ലാവരും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. പേഷ്യന്റിന്റെ സ്ഥിതി കുറച്ച് ക്രിട്ടിക്കലാണ്. എന്ന് പറഞ്ഞ കുത്തേറ്റ് അയാളുടെ കിഡ്നി രണ്ടും ഡാമേജ് ആണ്. നെർവസ് സിസ്റ്റത്തിനും ഡാമേജ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ സർജറി വേണ്ടിവരും. അത് സിസ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്നു. സർജറി എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചാൻസസ് 50-50 ആണ്. ഇനി അഥവാ സക്സസ് ആയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡയാലിസിസ് ആരംഭിക്കും. വിത്തിൻ 1 വീക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. അതിന് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണർ വേണം. എന്തായാലും ഈ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇതാ അച്ഛൻ അച്ഛൻ സങ്കടപ്പെടണ്ട. നന്ദേട്ടനൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. അച്ഛാ ഇതിലൊപ്പിട്ട് കൊടുക്കുക.
നീ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? അച്ഛന്റെ കൂടെ അവിടെ റൂമിലെങ്ങാനും പോയിരുന്നൂടെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇതിനെല്ലാം കാരണം നിന്റെ വയറ്റിലെ ആ കുരുപ്പിന്റെ ജാതക ഗുണാ. ഇത് ഹോസ്പിറ്റൽ ആയതുകൊണ്ടേ ഞാൻ ഇതിനുള്ള മറുപടി പറയുന്നില്ല. നീ എന്ത് പറഞ്ഞാലും ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അകത്ത് എന്റെ നന്ദേട്ടൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുക. നിങ്ങളുടെ നന്ദേട്ടനോ? എന്നു മുതലാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി? ആ പാവത്തിനെ വർഷങ്ങളോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ചപ്പോ അന്നത് നിങ്ങളുടെ നന്ദേട്ടനല്ലായിരുന്നോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നീ ഇപ്പൊ എന്തിനാ അതൊക്കെ? നന്ദന്റെ വൈഫ് ആരാണ്? ഞാനാ ഡോക്ടർ. ഇമ്മീഡിയറ്റ് ആയിട്ട് O നെഗറ്റീവ് ബ്ലഡ് വേണം. ഡോണേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഡോക്ടർ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാ. വെരി ഗുഡ്. ഈ അടുത്ത് ബ്ലഡ് ഒന്നും എടുത്തിട്ടില്ലല്ലോ? ഇല്ല. വേറെന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ഓക്കെ, എനിക്ക് വരൂ. നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ടേ രാത്രി ആകുന്നതിന് മുമ്പ് ഇങ്ങനെ വരണേ മക്കളെ. അവരെന്താ ചെറിയ കുട്ടികളാണോ? അവർക്കറിയാൻ പോകാനും വരാനും എല്ലാം. ആ, നിങ്ങൾ പോയിട്ട് വാ മക്കളെ. നിങ്ങളെങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതെ സർ, ഹോസ്പിറ്റൽ വരെ പോകാൻ ഇറങ്ങിയതാ. എന്നാൽ ആ യാത്ര തൽക്കാലം മാറ്റിവെക്കണം. എന്താ സർ, എന്തു പറ്റി? ആക്സിഡന്റ് കേസിൽ അവർ ജാമ്യത്തിൽ ഇറങ്ങിയതാണല്ലോ. ആക്സിഡന്റ് കേസൊക്കെ തീർന്നു. പക്ഷേ ഇതിപ്പോ കൊലക്കേസാ. കൊലക്കേസോ? അതിനെ എന്റെ മോൻ ആരെയാ കൊന്നത്? സർ, ശരിക്കും എന്താ പ്രശ്നം? ആക്സിഡന്റ് കേസിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി. പക്ഷേ നിങ്ങളുടെ വണ്ടി ഇടിച്ച പെൺകുട്ടി 2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. സർ, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ആ കുട്ടി എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് അടിയതാ. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പോൾ അത് കൊലക്കേസാണ്. പിന്നെ വേറൊരു കാര്യം, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. മനസ്സിലായില്ല. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, അതേക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എങ്കിലറിയണം. അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള സമയം പോലും കിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവർ തീർത്ത് കളയും. ആരുടെ കാര്യം സാർ ഈ പറയുന്നേ? എടോ, താനിപ്പോഴും കഥയറിയാതെ ആട്ടം കാണുകയാ. മരിച്ച പെൺകുട്ടി ചില്ലറക്കാരിയല്ല. ഈ നഗരം ഭരിക്കുന്ന ഗുണ്ടയുടെ പെങ്ങളാ. അയാൾ വെറുതെ ഇരിക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? താൻ കേട്ട് കാണും, ചെങ്കൽ മധു. അവൻ പറയുന്ന കേട്ട് വെട്ടാനും കുത്താനും തയ്യാറായി ഒരു സൈന്യം തന്നെ ഉണ്ട് അവന്റെ കൂടെ. അവര് നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല. ഒരു കൊലപാതകം ഒഴിവാക്കാനാ ഇപ്പൊ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്. സർ, എന്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. കാരണവരെ, പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഗുരുതരമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ SP യുടെ ഉത്തരവുണ്ട്. എന്തിനാണെന്നറിയാമോ? നഗരത്തിൽ നാളെ ഒരു കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ. ഇപ്പൊ ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്മാര് വന്ന് നിങ്ങളുടെ മുന്നിലിട്ട് ഇവനെ കുത്തി കീറിക്കളയും. അത് കാണണോ നിങ്ങൾക്ക്? സർ, ഞാൻ വരാം.
അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. മരിക്കുമ്പോ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നൊരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാ ചെങ്കൽ മധു. അവന്റെ സഹോദരിയെയും ജനിക്കാനിരുന്ന കുഞ്ഞിനെയുമാണ് നിങ്ങളുടെ മകൻ വണ്ടിയിടിച്ച് കൊന്നത്. മോന്റെ ജീവൻ വേണമെങ്കിൽ പോയി അവന്റെ കാല് പിടിക്കേണ്ടി വരും. തൽക്കാലം ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അറസ്റ്റ് അല്ലാതെ വേറൊരു മാർഗവുമില്ല. വാടോ. കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടോ, വന്ന് വണ്ടിയെ കയറ്. സാറേ, വേണ്ട. വേണ്ട. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് ഉടൻ തന്നെ വരും. മോനെ, മോനെ. കരയല്ലേ മോളെ. ആരാ? അമ്മയാ. എന്താണോ? എന്തു പറ്റി? അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് അനുപേട്ടന് ജാമ്യം കിട്ടിയല്ലേ, പിന്നെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തേ? എടോ, താൻ ടെൻഷനാവണ്ട. ഇത് ഒരു ആക്സിഡന്റ് കേസല്ലേ, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ കേസ് മാത്രമേ വരൂ. അതിന് നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ഇപ്പം തന്നെ ഞാൻ വക്കീലിനെ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഞാനിപ്പോൾ വരാം. വാടാ. എവിടെ തന്റെ മോൻ അനൂപ്? അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരാണെന്ന് തനിക്ക് അറിയണല്ലോ.
തന്റെ മോൻ വണ്ടി ഇടിച്ച് കൊന്ന ആരാന്ന് തനിക്കറിയാവോ? ചെങ്കൽ മധുവണ്ണന്റെ സഹോദരിയാ. മനഃപൂർവ്വം ചെയ്തതല്ലോ, അവന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതല്ലേ. അണ്ണന്റെ പെങ്ങളെ കൊന്നിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? തന്റെ മോൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവനെ ഞങ്ങൾ അവിടെ വെച്ച് തീർക്കാനേ ചെയ്യും. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി തന്നെ തീർക്കും. അണ്ണൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ മോനെ ഒന്നും ചെയ്യരുത്. അവനൊരു പാവമാ. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. നീയൊക്കെ കാല് പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അടിച്ചു പൊട്ടിക്കണല്ല. അയ്യോ, വേണ്ട. അയ്യോ. ഇങ്ങോട്ട് വാ.